നമ്മളാശിക്ക് നമുക്ക് തുടങ്ങിയാലോ. ഹായ്, നമ്മൾ പുതിയ ചാനലാണ്. പുതിയ പരിപാടിയാണ്. ഒന്നുമില്ല, വെറുതെ എന്തെങ്കിലുമൊക്കെ അതെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കാൻ വിചാരിച്ചു നിൽക്കുക. ലോകകാര്യങ്ങൾ സംസാരിക്കാന്ന് വിചാരിച്ചതിന് ശേഷം ലോകകാര്യങ്ങൾ നമുക്ക് നമ്മളെ എനിക്കും അറിയില്ല ഓൻക്കും അറിയില്ല. അതുകൊണ്ട് അത് വെറുതെ സംസാരിച്ചിട്ട് കുറച്ചെങ്കിലും വിവരം വേണം അതിന്. എനിക്കുണ്ടത് യുദ്ധകാര്യങ്ങൾ സംസാരിക്കാനും ഇവിടെ ആൾക്കാർ ഇപ്പൊ എന്താ പ്രശ്നം വെച്ചാല് ഇറാന്റെയും അമേരിക്കയും യുദ്ധം കാരണം പ്രശ്നം ഇത് നമുക്കാണ്. അതെ, നമ്മള് രണ്ടാളും പണി പോയി. പണി പോയോന്ന് പറയാൻ പറ്റില്ല, പക്ഷെ പണി പോയ മാതിരിയാണ്. അല്ല, പണി ഉണ്ടെങ്കിലും വലിയ കാര്യമൊന്നുമില്ലേനു, പൈസ കിട്ടൂല. നമുക്ക് പക്ഷെ സിസ്റ്റത്തിനുണ്ട്, സിസ്റ്റത്തിൽ എഴുതി തരും. നമുക്ക് ഇത്ര കിട്ടാണ്ട് തരാൻ. നമ്മളെ ബോസിന്റെ പേരൊന്നും നമ്മള് പറയില്ല, നല്ല ബോസാണ്. ചായ വാങ്ങി തരും, ചായ സമൂസ 4 മണിക്ക് സമൂസ മെയിൻ ആവും. പക്ഷെ ചായ സമൂസയും തിന്നിട്ട് ഇപ്പൊ 6 മാസം കഴിഞ്ഞു. എനിക്ക് 6 മാസമായി ശമ്പളം കിട്ടിട്ട്. അവൻ പോന്നിട്ടുള്ളൂ. നാട്ടിൽ നിന്ന് പുതിയ കയറ്റുമതിയാണ്, ഇറക്കുമതിയാണ്. അതെ, ഇറക്കുമതി. ആദ്യം ഞാൻ ജിദ്ദയിലായിരുന്നു. പിന്നെ ആയിരുന്നു എന്നൊക്കെ പറയട്ടെ. ആയിരുന്നു പറയുമ്പോ നമ്മള് നല്ല വൃത്തിയിൽ പറയണല്ലോ. ഇങ്ങനെ കേട്ടോ, നല്ല രീതിയിൽ സംസാരിക്കും. ഞാൻ ഫുട്ബോൾ കളിച്ചിട്ട് കാണുന്നുണ്ടോ എനിക്കറിയില്ല, പക്ഷെ കാലി പഞ്ചറായി കിടക്കണം. ഞാൻ പിന്നെ ഭയങ്കര കളി ചെയ്തുകൊണ്ട് ഫോളോ ചെയ്താണ്ട് ഒരു കൊല്ലത്തിലൊരിക്കലൊക്കെ വലിയ ഫോമായിട്ട് മെസ്സി ആയിട്ട് ഇറങ്ങും, കാല് പൊട്ടും, ഇതേമാതിരി ഇരിക്കും. ഇതാണ് മെയിൻ പരിപാടി, വേറെ വലിയ പരിപാടി ഒന്നുമില്ല. അപ്പൊ നമ്മളെ പരിപാടി നമ്മള് ഇവന്റിന്റെ ഒക്കെ ഒരു പരിപാടി ആയിരുന്നു. നമ്മളെല്ലാം അടിപൊളിയായിട്ട് ചെയ്തു, പക്ഷെ ലാസ്റ്റ് കൊളായി മീൻസ് എല്ലാം പരിപാടിയൊക്കെ കഴിഞ്ഞു, പക്ഷെ ഫണ്ട് കുറെ ബ്ലോക്കായി. ഇത് കാരണം എന്നൊക്കെയാണ് ഞങ്ങളെ പറയണേ. എന്താന്ന് പഠിച്ചത് വരാനുള്ള വൈദങ്ങൂലാണ്. യുദ്ധം ഇപ്പൊ യുദ്ധം കഴിഞ്ഞു. ഓൾറെഡി കാല് പ്രശ്നമാണ്. അപ്പൊ എന്ത് പറ്റിയെന്ന് വെച്ചാൽ യുദ്ധം കാരണം ഇപ്പൊ അടുത്ത ഇവന്റുകളൊക്കെ നിർത്തി വെച്ചേക്കാണ്. അപ്പൊ വേറെ ഏതെങ്കിലും ഫണ്ട് എന്നാലും നമുക്ക് എന്തെങ്കിലും കിട്ടും. അതാണ് ഇപ്പൊ അങ്ങനെ. അല്ലാണ്ട് എല്ലാ ദിവസവും ഒരു കളിപ്പാട്ടം കൊണ്ടപ്പോലിട്ട് വിട്ടിട്ട് ഇതാ കേക്കണ് ഇറാനി. പക്ഷെ ഇവിടെ അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ പെരുന്നാളിന്റെ ഒരു ദിവസം മുമ്പ് ഭയങ്കരമായിട്ടാണ്. അന്ന് ഞങ്ങള് ഫ്ലാറ്റിന്റെ പുറത്തുനിന്നൊക്കെ ഭയങ്കരമായിട്ട് കണ്ടു. അന്ന് കുറച്ചൊന്ന് പേടിച്ചു സത്യം പറഞ്ഞാൽ. ഫോണിന്റെ അലാറൊക്കെ അടിച്ചതെന്ന് വെച്ചാൽ വന്നതിന് ശേഷമാണ്. പക്ഷെ അത് ഓക്കെയാണ്. പക്ഷെ നമുക്കിവിടെ വേറെ പ്രശ്നമൊന്നുമില്ല. ഇനി പെരുന്നാൾ ഈ കാലം വെച്ചോണ്ട് ഇവരെല്ലാരും നിർബന്ധിച്ച് ഞാൻ പറഞ്ഞു എനിക്ക് വരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. ബുക്ക് ചെയ്ത് അല്ലാണ്ട് ഓനെ വാടാ വാടാ നമ്മള് പോണ്ട് നമ്മള് പോണ്ട് ഈ ഒരിക്കലും നിർബന്ധിച്ചില്ല കേട്ടോ. നൗഷാദും അജിനാസും എന്ന കൂടെ ഉണ്ടായത്. നമ്മള് എന്നിട്ട് ഞങ്ങള് പോയി തിയേറ്ററിൽ പോയി. അതായത് 19-ാം തീയതി നമ്മള് 19-ാം തീയതി 20-ാം തീയതി നമ്മൾ ബുക്ക് ചെയ്തു. എനിക്ക് 19 ഫസ്റ്റ് ഡേ എന്നാണ് തോന്നുന്നു. 19-ആണെന്ന് തോന്നുന്നു, അത് 20-ാം തീയതി. ഏതോ ദിവസം നമ്മൾ ബുക്ക് ചെയ്തു. 1:30 ഷോ, 1:25 കറക്റ്റ്. നമ്മൾ 1:20 കറക്റ്റ് എത്തി. ഞാൻ ഈ കാലും വെച്ച് ഇന്നവര് തൂക്കിയെടുത്ത് കൊണ്ടുപോയപ്പം അവര് പറഞ്ഞു ഇന്നല്ലേ നിങ്ങൾ ബുക്ക് ചെയ്ത ദിവസം, നാളെയാണ് ബുക്ക് ചെയ്ത ദിവസം എന്ന് പറഞ്ഞു. എല്ലാത്തിനും ഇന്ന കുറ്റം പറഞ്ഞോണ്ടിരിക്കണേ. നൗഷാദ് അതുവരെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടില്ല ടിക്കറ്റിന്. നൗഷാദ് അവിടെ എത്തിയിട്ട് അതിനുള്ളിൽ റേഞ്ച് കാര്യമില്ല. നമ്മളെ മാതിരി കുറെ ആൾക്കാരാണ് വന്നത്. ആൾക്കാരാണ് വന്നിക്കണേ. എല്ലാരും വന്നിട്ട് ഇതേ ഒരു ഇഷ്യൂ. പിറ്റേന്നാണ് ഇത്. പിറ്റേന്ന് നമ്മൾ 4 ആൾക്കാരുണ്ടല്ലോ. ജിനാസ് 9 വിളിച്ചു. മെയിൻ ചെങ്ങായി അജിനാസ് എന്ത് ചെയ്ത് വിളിച്ചിട്ട് ഫോൺ തന്നെ എടുക്കുന്നില്ല. സമയം ഞാൻ ഫ്രീ ആയിരിക്കും, നമുക്ക് അപ്പം പോവാന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് പോവാൻ നേരത്തെ വിളിച്ചു നോക്കുമ്പോ ഫോൺ എടുക്കുന്നില്ല. കഷ്ടകാലത്തിന് നൗഷാന്റെ അടുത്ത് ഒരാളുണ്ടായിട്ട് വണ്ടി ഉണ്ടായിട്ട് പിറ്റേന്ന് രാവിലെ വിളിക്കണ്ട്, ഊപ്പര് വിളിക്കണ്ട്. എന്താ ഈ പടം പോലെ രക്ഷയില്ല. കുറച്ച് നെഗറ്റീവ് കമന്റ്സ് ഒക്കെ ഞാൻ കണ്ടിട്ടു. പക്ഷെ നമ്മൾ തിയേറ്റർ അടിപൊളിയായിരുന്നു. വേറൊരു മൈൻഡിൽ എടുക്കേണ്ട പടമാണ്. വലിയ കഥയും കാര്യങ്ങളൊക്കെ വെച്ച് നല്ല രീതിയിൽ അവർ മേക്ക് ചെയ്തു. ബയോപിക് എപ്പിക് എന്നുള്ള രീതിയിൽ അവർ അടിപൊളി ഉണ്ടാക്കിയത്. പൊട്ടന്മാരൊരു ആ മൈൻഡ് അത് നമ്മൾ പോയ ആൾക്കാർ അങ്ങനെയായിരുന്നു, അവളും അങ്ങനെയായിരുന്നു. തിയേറ്റർ മൊത്തം അങ്ങനെയായിരുന്നു കേട്ടോ. നമ്മള് ഇവിടെ റിയൽ സിനിമാസ് പറഞ്ഞ ഇതുണ്ട്, ഗ്രനഡ മാളിൽ ഞങ്ങൾ പോയി കണ്ടേ. അതും നൈസായിരുന്നു. നമുക്ക് ഭയങ്കര രസമായിട്ട്
ഒരു വ്യത്യസ്തത ഫീൽ ചെയ്തു. അങ്ങനെ ജീവന് അത്ര അടുത്ത് ഞാൻ അത്ര ചിരിച്ചിട്ടില്ല. ത്രൂഔട്ട് വലിയ കഥ ആയിട്ട് കാണണം, ഇതായിട്ട് പോകണം, നല്ല പടാണ്, അങ്ങനെ പോയി കാണരുത്. ഷാജുണ്ട് അതേമാതിരി പൊട്ടന്മാരൊരു കോമഡി സീനൊക്കെ ഉണ്ടല്ലോ, എനിക്കതൊക്കെ ഭയങ്കരമായിട്ട്. അതേപോലെ ഡൂഡിന്റെ സീനൊക്കെ എൻട്രി അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇവിടുത്തെ കാര്യങ്ങള്. പിന്നെ അപ്പൊ ഇന്നിപ്പോ ഞങ്ങള് പെസ് കളിച്ചോണ്ടിരിക്കാൻ എന്നോട് ഇപ്പൊ തോറ്റു. ഞാൻ ഫൈനൽ എത്തിയിട്ട് സിംഗിള് കളിച്ചിട്ട് പിന്നെ വേറൊരു കാര്യം പറയാം, ഞാൻ പെസ് തുടങ്ങിയിട്ട് ഒരു മാസമാണ്. ഒരു മാസം കളിയിലെ കാര്യം ഓക്കെ. ഞാൻ അജ്നാസിനെ പൊട്ടിച്ച്, നിയാലിനെ പൊട്ടിച്ച്, ലുക്കുവിനെ പൊട്ടിച്ച്. പൊട്ടിച്ചിട്ടില്ല, ടൂർണമെന്റ് പൊട്ടിച്ചില്ല. അപ്പൊ ഞാൻ ഫോം ആയിട്ടില്ലേ, പിന്നീട് ഫോം ആയി. ഫോം ആയിട്ട് ഫൈനൽ ഷമാസ്. പിന്നെ ആരാന്ന് എനിക്കറിയില്ല. എന്തായാലും ദിഹാനല്ലാതെ എനിക്ക് തോന്നുന്നത്. പിന്നെ ഏറ്റവും ഫൈനലെത്തി ഞാനാട്ടോ, ഞാൻ ഫസ്റ്റ് ഫൈനലെത്തി. എന്നിട്ട് എനിക്ക് അറിയില്ല. അത് ആ കഴിഞ്ഞ് അജിനാസിനോട് എന്നും നോക്കും, ഇടയ്ക്കോ ജയിക്കലൊക്കെ അജിനാസ് നല്ല പ്ലെയറാണ്. ഞാൻ ഇടക്ക് കൊണ്ടുപോയിട്ട് ഊക്കിട്ട് വിടലുണ്ട്. അതാണ് അതിന്റെ സത്യം. ഓരോ തകരം പറയല്ല. പക്ഷെ ഞാൻ കളിണ്ട്. പക്ഷെ ഞാനൊരു 3-4 ഒരുമിച്ച് കൊടുത്തു കഴിഞ്ഞാല് നാല് പിന്നെ എന്താന്ന് വെച്ചാൽ എനിക്ക് ഒരു ഗോൾ ഇടണം. അതായത് 3 കിട്ടുന്ന ഒരു ഗോൾ ഇട്ടിട്ട് ഇപ്പൊ ലാസ്റ്റ് വരെ കളിച്ചിട്ട് 4-0 നിൽക്കായിരുന്നു. അത് ഞാൻ ലൈക്ക് ഗിവ് അപ്പ് ചെയ്തു. ആ കളി എനിക്ക് കിട്ടൂല ഉറപ്പിച്ചു. ഞാൻ 4-0 മറ്റേ ഗ്രൂപ്പ് എനിക്ക് ഞാനൊരു ഗോൾ ഇട്ടാൽ ഞാൻ കളിക്കും, ഇല്ലെങ്കിൽ കളിക്കൂല. അപ്പൊ ഞാൻ തട്ടി മുട്ടിയിട്ട് ഞാനൊരു ഗോൾ ഇട്ടതിന് ശേഷം ലൈക്ക് എനിക്ക് കോൺഫിഡൻസ് വന്നു. അപ്പൊ വീണ്ടും ഇട്ടു. അപ്പൊ വീണ്ടും കോൺഫിഡൻസ് വന്നു. പിന്നെ പെനാൽറ്റി മിസ്സാക്കി അപ്പൊ തന്നെ ഗോൾ ഇട്ടു. ഇന്നലത്തെ ലുക്കുമാരെ കളിയൊക്കെ 8 കിട്ടി, 8-1 നിൽക്കുന്നത്. എന്നിട്ട് ഞാൻ 7 തിരിച്ചടിച്ചു. ലുക്കു എന്നിട്ട് ഇവരോട് കളിച്ചു. ഓരോ ഫൈനലിൽ ഇന്റെ അടുത്ത് വന്ന് എന്നോടും തോറ്റു. ലുക്കു എന്ന് പറഞ്ഞ എന്റെ അഞ്ചനാണ്. ലുക്കാണിപ്പോ ഭയങ്കര ഫോം ഔട്ട് ആയി. ഞാൻ വന്നതിന് ശേഷം ഫോം ഔട്ട് ആയി പോയി. പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് വലിയ ഇതിനെ കുറിച്ചൊന്നും അറിയില്ല. ഞാനിങ്ങനെ പഠിപ്പിച്ചെന്ന് അങ്ങനെ പിച്ച വെച്ച് ഒരു മാസമായിട്ട് വളർന്നു വന്നിട്ടുള്ളൂ. പക്ഷെ ഇപ്പൊ ഒറ്റ ഫോം ഔട്ട് ലുക്കാണ്. ലുക്ക് ഫോമായിട്ടാണ്. ഇവന് എന്നോട് എന്നും തോക്കും, ജയിച്ചിട്ടൊന്നുമില്ല. ടൂർണമെന്റില് 2ാമത്തെ കളി കളിച്ചപ്പോ ഞാൻ ജയിച്ചത്. ജയിച്ചില്ലേ? ടൂർണമെന്റ് ജയിച്ചോ? അത്രേ ഉള്ളൂ. ടൂർണമെന്റിൽ ആരെ പുറത്തായത്? അതിലും ജയിച്ചിട്ടും കാര്യമില്ല. എമ്മായിരുന്നാണ് ചോറ് കഴിച്ചോ നോക്കിയാണ്. ഇപ്പൊ ചോറ് കഴിക്കണില്ല. എന്തായാലും കുറച്ചായിട്ട് ചോറ് കഴിക്കണേ. ഞങ്ങളുടെ വീഡിയോ ഷൂട്ട് ചെയ്തോണ്ടിരിക്കണം. ഇല്ല, നമ്മള് ആ നുറുക്കൊക്കെ കഴിഞ്ഞ് നാട്ടിൽ നിന്ന് കുറച്ച് നുറുക്ക് കൊടുന്നു. അതിന്റെ കാര്യമാണ് പറയുന്നത്. നുറുക്ക് കഴിഞ്ഞ് ഞങ്ങള് വീഡിയോ എടുത്തോണ്ടിരിക്കും. ഞങ്ങൾ കുറച്ച് സംസാരിച്ചോണ്ടിരിക്കട്ടെ. അതിനടി ഉമ്മ പോയി, ഉമ്മയാണ്. അപ്പൊ ആഷിക്കേ, ഇപ്പൊ മൊത്തത്തിൽ സ്ഥിതിഗതി എന്താണ് ഇവിടുത്തെ അവസ്ഥ? നല്ല അവസ്ഥ. എന്താണ് നമ്മളെ ഭാവി പരിപാടികള്? നമ്മൾ കൊറേ പരിപാടി തുടങ്ങി. അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കൊറേ പരിപാടി തുടങ്ങി. പക്ഷെ ഈ 2026 ഈ 2026 നമുക്കൊരു മെച്ചപ്പെടുന്നില്ല. പക്ഷെ നമുക്ക് പരിപാടികളുണ്ട്. പക്ഷെ ഈ കഴിഞ്ഞ മാസം നമ്മള് പരിപാടിയൊക്കെ ഇങ്ങനെ ചാലായിട്ട് ഇങ്ങനെ റൺ ചെയ്ത് വരുമ്പോഴാണ് ഇവന്റെ കാല് പൊട്ടുന്നത്, യുദ്ധം വരുന്നത്. നമ്മളെ മുതലാളി പിന്നെ അതേമാതിരി നമ്മളെ പരിപാടി റൺ ചെയ്തോണ്ട് നിൽക്കുമ്പോ അവിടെയും ബ്ലോക്ക് കുടുങ്ങി, ഇവിടെയും ബ്ലോക്ക് കുടുങ്ങി. എല്ലാം ഒറ്റ ഒരു 2 ആഴ്ചയുടെ ഇടയിൽ ഫുള്ള് ബ്ലോക്ക് കുടുങ്ങി. സ്തംഭിച്ചു. അതെ, കമ്പാക്ക് വരും, വരാണ്ടിരിക്കൂല, പക്ഷെ വരും. പക്ഷെ ഇപ്പൊ നമ്മള് കുറച്ച് മോശമാണ്. ഇപ്പൊ ഇന്നലെ മിനിയാന്നൊക്കെ ഇവിടെ നമ്മള് ചാമ്പക്ക എന്റെ പെങ്ങള് ചാമ്പക്ക ഉപ്പിലിട്ട് കൊടുത്തേച്ചു. പിന്നെ കുറച്ച് ബീഫും ചാമ്പക്ക ഉപ്പിലിട്ടോ ചക്കയും ഒരിക്കൽ ചാമ്പക്ക ഉപ്പിലിട്ടതാണ് ഒറ്റ ദിവസം കൊണ്ട്. ഇനിയിപ്പോ ഒരു മാങ്ങ എടുക്കാണ്ട് ആയിട്ട് തുറന്നപ്പ കൈ നിൽക്കാറിയ. കാരണം അതുകൊണ്ട് ഇങ്ങനെ എടുത്ത് അപ്പൊ ചാമ്പക്ക ഉപ്പിലിട്ടത് ഫുള്ള് തീർത്തു.
അങ്ങനെ ഇരിക്കാണ്. സുഖമുള്ള വരെ തീർന്നു. അറിയില്ല മൊത്തം അവന്റെ പെങ്ങള് കൊടുത്ത ചെയ്യും. ഈ ഒരു വേദിയിൽ നമ്മള് പെങ്ങൾക്ക് നന്ദി അറിയണം. അവന്റെ പെങ്ങളുടെ പേര് എന്തേലും സിനു താത്ത. നന്ദി പറയാൻ പറ്റും. താങ്ക്സ്. അതാ രസം. നന്ദി തന്നെ ഭയങ്കരമായിട്ട് ഇതായി. പിന്നെ നമ്മുടെ പിക്കാച്ചും ഉണ്ട്. എവിടെ കാരണം പറഞ്ഞാണ് പൂച്ച. ഇന്നത്തെ പരിപാടി ഇതാക്കാം. ഇത് നമ്മൾ ഫസ്റ്റത്തെ വീഡിയോ ആണ്. ഇത് എങ്ങനെ വന്നു എന്തൊക്കെയായി നമുക്ക് ഒരു ഐഡിയ ഇല്ല. പക്ഷെ നമ്മളിതിൽ കട്ടിങ്ങും കാര്യങ്ങളും അതിൽ ഇങ്ങനെ തന്നെ ഇടാൻ പോവാണ്. കുറച്ച് കളറൊക്കെ കൂട്ടിയിട്ട് നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇറക്കാം. ഫസ്റ്റ് പരിപാടിയാണ്, എന്താവുന്ന അറിയില്ല. കുറെ ഉണ്ട് ഇതിൽ പറയണ്ട്. അജിനാസിനെ കുറിച്ച് പറയാണ്ട്, എന്റെ കുറെ കാര്യങ്ങൾ പറയാണ്ട്. ടീച്ചർക്ക് കുറെ ടീച്ചർ പിന്നെ എന്റെ കുറച്ച് കാര്യങ്ങളുണ്ട്. പക്ഷെ നമുക്ക് അതൊന്നും വേണ്ട. നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ പറയാം. പിന്നെ അജ്നാസ് ഉണ്ട്. അജ്നാസ് വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഓണാവും. പിന്നെ രാവിലെ ഉറങ്ങിയിട്ട് രാവിലെ 5 മണിക്ക് വിളിച്ചാണ്ട് താറാവ് പൊറാട്ട ഇന്നും കൂടി വിളിച്ചിട്ട് ഇന്നോട് വോയിസ് അയച്ചു വാട്സാപ്പിൽ. ഞാൻ താറാവും പൊറാട്ടയും കഴിക്കാൻ പോയി എന്നെ വിളിച്ചിട്ട് ഈ എടുത്തില്ലല്ലോ. ഉണർത്തിയിട്ട് പിന്നെ ആശ നല്ല കടന്നുറങ്ങാൻ പോകും. എനിക്ക് പൊറാട്ട. എന്നിട്ട് അന്ന് ഇവിടെ ഒരു ഹോട്ടലുണ്ടായിരുന്നു. ആ ഹോട്ടലിൽ മുട്ടക്കറിയും പച്ചക്കറി കറിയൊക്കെ ഉണ്ടാവും. മുട്ടക്കറി അയാൾ തന്നപ്പോൾ ചിക്കൻ കറിയിൽ മുട്ട ഇട്ടിട്ട് ഇവിടെയൊക്കെ എങ്ങനെയാണ് എന്നുള്ള രീതിയിലാണ്. അപ്പൊ ഇവര് അയാളോട് ചൂടായി. അത് എന്തിനാണ് ചോദിച്ചെന്താ പരിപാടി എന്ന് ചോദിച്ചു. പക്ഷെ മോനെ കറി ഉണ്ടല്ലോ, എനിക്ക് മോനെ ലെവല് കറി. പിന്നീട് പോയപ്പോ മൂപ്പരോട് തന്നെ വേണം. നല്ല ഹോട്ടലാട്ടോ ഇവിടെ. നമ്മൾ നിൽക്കുന്ന സ്ഥലം എക്സിറ്റ് 14 ഒക്കെയാണ്. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. അപ്പൊ എന്തായാലും ഫസ്റ്റത്തെ പരിപാടി കഴിഞ്ഞ് അവസാനിപ്പിക്കാം. ഓക്കെ, എന്താ നോക്കണേ, കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മൾ വേറെ വീഡിയോ ഒക്കെ എടുത്തിട്ട് ലുക്മാനും കൂട്ടാം. ലുക്മാൻ എന്താ പറയാ, ലുക്മാൻ ടോക്ക് എന്ന് പറഞ്ഞ പേജ് ഉണ്ടാക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഞങ്ങള് ഇങ്ങനെ പക്ഷെ അവനക്ക് ഭാവി ഉണ്ടായില്ല. ഇങ്ങനത്തെ ന്യൂസും കാര്യങ്ങളൊക്കെ സ്പ്രെഡ് ചെയ്യാൻ ഭയങ്കര ഉഷാറാണ്. ചർച്ച ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. അത്യാവശ്യം പിന്നെ എന്തൊക്കെയാ പറയും, നമുക്കറിയാത്ത കാര്യങ്ങളൊക്കെ പറയും. നമുക്കറിയാത്തോട്ട് നമ്മളിങ്ങനെ കേട്ടു. അറിയുന്ന കാര്യമാണോ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. തലാട്ടി കൊടുക്കും, നമുക്കൊരു സന്തോഷം. അതാണ് നമ്മുടെ സന്തോഷം. എന്നാ ശരി, ബൈ ബൈ.